ഹലോ, അസ്സലാമു അലൈക്കും. ജുനൈദ്. ഇന്നലെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ന് എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ ശേഷം എനിക്ക് കുറച്ച് ആളുകളൊക്കെ മെസ്സേജ് അയക്കലും കോൾ ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരായിട്ട് ഒരുപാട് സംസാരിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടെ ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങൾ, ചില കമൻറ്റുകൾ ആരെങ്കിലുമൊക്കെ അയച്ചു തരും. എനിക്ക് കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഒരു സരസ്വതി അമ്മ എന്ന് പറഞ്ഞിട്ടൊരമ്മ, അവരൊക്കെ പ്രാർത്ഥന എന്നെ കുടുംബത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള കുറേ ആളുകളെ പ്രാർത്ഥന കിട്ടുമ്പോൾ എന്തൊരു രസം. നമ്മളറിയാത്ത എവിടെയുള്ള ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സംഭവമല്ലേ. കാരണം നമ്മൾ ആരാന്നോ എന്താണെന്നും അറിയില്ല, എന്നിട്ട് നമുക്ക് വേണ്ടി എവിടെയൊക്കെ ഇരുന്നിട്ട് ആളുകൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. എന്നാലും കുറച്ച് ആളുകൾ ഇപ്പോഴും ഇങ്ങനെ അതിൻ്റെ അടിയിൽ അത് ഇത് സ്വപ്നത്തിൽ കൂടി. ഇനി എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള അവരോട്, ചങ്ങായിമാർ, നിങ്ങളൊക്കെ സ്വപ്നം കാണുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ മനുഷ്യർ സ്വപ്നം കാണുന്ന ആൾക്കാരാണ്. ഞാൻ എന്താ സ്വപ്നം കണ്ടത് ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയാം. ഞാൻ കണ്ട സ്വപ്നം, ഞാൻ രാത്രി കടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഈ ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടീനെ സ്വപ്നം കാണുക. ഞാൻ അപ്പോൾ തന്നെ എഴുന്നേറ്റ് രാത്രി 2 മണിയായിട്ടുണ്ട്. ഓക്കെ, ആ കുട്ടീനെ വീട്ടുകാർ പറഞ്ഞത്, ഞാൻ വിളിച്ചത്, എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ 2 വർഷങ്ങൾ ആരും മുന്നേക്കും വരാഞ്ഞത്. ഇപ്പോൾ ഞാൻ കുടുങ്ങി. ഞാൻ എൻ്റെ ഭാഗമായിട്ട് ഞാൻ എങ്ങനെ പോവാണ്. എനിക്ക് എൻ്റെ ഒരുപാട് ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും എനിക്കൊരു ഭയമില്ല ആരെയും. ഞാൻ എൻ്റെതായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളും വിചാരിച്ച് ഞാൻ ഒറ്റയ്ക്ക് അന്വേഷിക്കാന്നല്ല പറഞ്ഞത്. പോലീസ് സ്വന്തം നമ്മുടെ നിയമം അനുസരിച്ചിട്ട് ആ രീതിക്ക് ഞാൻ പോകുന്നു. അതല്ലാതെ, അതായത് അവർ ഉറങ്ങുമ്പോൾ ഞാൻ ഉറക്കഴിച്ച് എൻ്റെതായിട്ടുള്ള രീതിയിൽ കൂടെ ഞാനും പോകുന്നുണ്ട്. അപ്പം ഈ സ്വപ്നം കണ്ട് ഞാൻ ആ വീട്ടുകാരൊക്കെ പറഞ്ഞ വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ. അപ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് രാത്രി വിളിക്കുന്നത്, ആദ്യം തന്നെ അവരോട് ഞാൻ ചോദിച്ചത് ക്ഷമ ചോദിച്ചാൽ, രാത്രി വിളിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം, ഇത് ഇന്ന വീടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വീട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു അതായത് അവർ ഒരു തരത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് ഒരു യാത്ര ഇല്ല അവർക്ക് ഈ കുട്ടീനെ അന്വേഷിക്കാൻ. കാരണം അത്രയും കാശ് മുടക്കി, അത്രയും സ്വർണ്ണങ്ങളും കാര്യങ്ങളും വിറ്റ് വീട് വരെ പണയത്തിൽ കൊടുത്തു. ഒരുപാട് പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഞാൻ വിളിച്ച് പറയുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഞാൻ മനസ്സിൽ വെച്ച് പിറ്റേന്ന് ഞാൻ വിളിച്ചത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ പറയാണ്, എനിക്ക് കുട്ടിയുണ്ട്. എനിക്ക് ഒരു കുട്ടി, എൻ്റെ കുട്ടീനെ നഷ്ടപ്പെട്ട എനിക്ക് ആലോചിക്കാനും കൂടി കഴിയില്ല. അതേമാതിരി നിങ്ങൾ ഈ കമൻ്റൊക്കെ ഇടുന്ന ആളുകൾ ആലോചിക്കുകയാണ്, സ്വന്തം മക്കളെയാണ് രക്ഷിച്ചത്, സ്വന്തം മക്കളെയാണ് നഷ്ടപ്പെട്ടത്. എന്നിട്ട് നഷ്ടപ്പെട്ടതിന് ശേഷം ഇവർ കുറേ കിട്ടുന്നില്ല. കിട്ടാതിരിക്കുമ്പോൾ ഇവർക്ക് ഇനി കാശുമില്ല, ഒന്നുമില്ല, പാവപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ സ്ഥലത്ത് ഒരാൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അവരെ രക്ഷിക്കാൻ വരുമ്പോൾ, പിന്നെ എന്തിനാണ് ചങ്ങായിമാരെ വെറുതെ സ്വപ്നം, അത് ഇത് അന്ധവിശ്വാസം, പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കാര്യങ്ങൾ സ്വപ്നം കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവരോട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അന്ന് വരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചു. എനിക്ക് എപ്പോഴുള്ള ഒരു പരിപാടിയാണ്, ഞാൻ എന്തുണ്ടെങ്കിലും എഴുതി വെക്കും, കറക്റ്റ് എഴുതി വെക്കുന്നത്. അപ്പോൾ എഴുതി വെച്ചു. അവരെ കുറിച്ചിട്ട് ഒരുപാട് ന്യൂസുകൾ കാര്യങ്ങളും വന്നത്, അതൊക്കെ ഞാൻ കുത്തിയിരുന്ന് അങ്ങനെ ഓരോ ദിവസങ്ങളും കണ്ട് അതിനെക്കുറിച്ച് നന്നായി പഠിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു അജിത എന്ന് പറഞ്ഞ സ്ത്രീയൊക്കെ രാവിലെ ഞാനൊക്കെ എഴുന്നേൽക്കുക, നാട്ടിലൊക്കെ 6 മണിക്കും 5 മണിക്കും എഴുന്നേറ്റിട്ട് ആലുവ പോകാനോ അവിടെ പോകാനോ ഇവിടെ പോയി എല്ലായിടത്തും ഓടി നടന്ന് ആ പെണ്ണിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അപ്പം അതേമാതിരി ഹരീഷ് എന്ന് പറഞ്ഞിട്ട് അവൻ വിദേശത്ത് ജോലി ചെയ്യുന്നത്, ആ പുള്ളിയും ഒരുപാട്, ഞങ്ങൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് കൂടും ഗ്രൂപ്പിൽ. അങ്ങനെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറേ ആളുകൾ ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് രാഷ്ട്രീയവൽക്കരിക്കാനും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കതിനൊന്നും ഒരു താല്പര്യമില്ല. എൻ്റെ അവസ്ഥ ഞാൻ സത്യാവസ്ഥയായിട്ട് പറയാണ്. എനിക്ക് ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരനാണ്. പാട്ടുകാരൻ മീൻസ് ഞാൻ എഴുതുന്ന ആളാണ്. എൻ്റെ കുറേ പാട്ടുകൾ എഴുതിയെന്നും എൻ്റെ പേരിലല്ലാതെ വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് പാട്ടുകൾ. ഹിറ്റായ പാട്ടുകളൊക്കെ പേര് വേറെ ആൾക്കാരിക്കും. അങ്ങനെയൊക്കെ എനിക്ക് ഹിറ്റാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പാട്ടുകൾ തന്നെ ഇറക്കാം. പിന്നെ
ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു, വേൾഡ് വൈഡ് ഹിറ്റൊക്കെ ആയ ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കിതൊക്കെ വെച്ചിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഭയങ്കര സംഭവം, അതിൻ്റെ അടിയിൽ കൂടെ ദിയനെയും കുത്തി കയറ്റിക്കാണ്ട് ദിയ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരാം. എനിക്ക് അതിൻ്റെ ഒന്നും ഒരു താല്പര്യമില്ല പൊന്നു മക്കളെ, ഞാൻ സത്യം പറഞ്ഞു. ഇനി ദയവ് ചെയ്ത് അങ്ങനത്തെ കമൻറ്റുകൾ ഞാൻ മെയിൻ ചെയ്യൂല. എന്നാലും അങ്ങനെ ഇങ്ങനെയൊന്നും കമൻറ്റുകൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പാവപ്പെട്ടവരാണ് അവർ. ഞാൻ ഇവിടുന്ന് എനിക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്, ഞാൻ നാട്ടിലാണ് ഇതിലേറെ പ്രവർത്തിക്കുമായിരുന്നു. അപ്പോൾ കുറേ ഒന്ന് കൂടെ നിൽക്കുക, കൂടെ നിന്നില്ലെങ്കിലും ഉപദ്രവിക്കരുത്, എല്ലാവരോടും പറയാനുള്ളതാണ്, ഉപദ്രവിക്കരുത്. പിന്നെ ഈ കൈസ്, അതേപോലെ കൂൾ ഗ്രേപ്പ്, പേരെടുത്ത് പറഞ്ഞില്ല, ഒരുപാട് ഇന്നിപ്പോൾ ഒരുത്തരും മെസ്സേജ് ഇട്ടിരുന്നു. അങ്ങനെ ഒരുപാട് ദിവസവും, ഇന്ന് ഒരാളൊന്നല്ല കേട്ടോ, പാലക്കാടുള്ള ഒരു ഫുഡ് വ്ളോഗർ ഒരു ചേച്ചിയുണ്ട്, അവർ എത്രങ്ങാനും ആൾക്കാരൊക്കെ ബന്ധപ്പെടുന്നു, അവരൊക്കെ നല്ല നല്ല വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ആളുകളൊക്കെ എത്തുമ്പോൾ ഉറങ്ങുന്ന പോലീസൊക്കെ ഒന്ന് കണ്ണു തുറക്കും. അതാണ്. പിന്നെ നിയമപരമായിട്ട് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും നീങ്ങുന്നൊക്കെ നിയമപരമായിട്ട് തന്നെയാണ്. ഞങ്ങളോട് പറയാണ്ട് എന്ന് പറഞ്ഞ സംഭവം അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത് പോലീസിൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളാണത്, അത് അവർ അന്വേഷിക്കാത്ത കാര്യങ്ങളാണ്. അന്വേഷിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോണത്. അല്ല, ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തൂല, ആരും കൊണ്ടുപോയി എന്ന് ഞാൻ പറയില്ല, പിന്നെ ഒന്നും ഞാൻ പറയില്ല. ഞാൻ കുറച്ച് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാം. എന്നിട്ട് ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ഈ കുട്ടീനെ അത്ര ഇഷ്ടമാണ്, ദിയ ഫാത്തിമനെ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ട ആ കുട്ടി തിരിച്ചു വരാൻ, നിങ്ങളൊരു 2 മിനിറ്റ് ഇതിന് മാറ്റി വെച്ചിട്ട്, ഞാൻ 2 വർഷത്തിലധികം മാറ്റി വെച്ചിട്ടുണ്ട്, 2 മിനിറ്റ് ഒന്ന് കേട്ടിട്ട് ഒന്ന് ആലോചിക്കും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിലേക്ക് വീണ്ടും ഇറങ്ങാനുള്ള ഊർജം സോഷ്യൽ മീഡിയ, എനിക്കുള്ള ആളുകളുടെ എന്താ പറയുക, ഒരു താരപദവിയോ അങ്ങനെ ഒരു കാര്യം എനിക്ക് വേണ്ട. ഇന്ന ആരോ ഒന്നും പറയണേ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് വേണ്ട. ഞാൻ വീണ്ടും പറയാം. കാരണം ഓരോ കമൻറ്റുകൾ വൈഫായാലും മറ്റുള്ളവരൊക്കെ അയച്ചിട്ട് എനിക്ക് തന്നെ ഒരു വിഷമമാണ്. നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ഒരാവശ്യമില്ലാതെ പലരും കുറ്റം പറയുമ്പോൾ ഈ ഒരു സ്വപ്നം എന്ന് പറയാം. അപ്പോൾ ആ സ്വപ്നം ഞാൻ വിവരിച്ചു തന്നു നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. അപ്പം ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല. അപ്പോൾ ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയാണ്. ഈ പറയാൻ പോകുന്ന കാര്യമായിട്ട് ആ വീട്ടുകാർക്കായിട്ട് ഒരു ബന്ധമില്ല, ആ നാട്ടുകാർക്കും ബന്ധമില്ല. നാട്ടുകാർ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, ആ വീട്ടുകാരും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും അവരോട് പോലും ഞാൻ പറയാത്തതും, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് എനിക്കറിയാം. അത് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയൊരു കാര്യം നിങ്ങളായിട്ട് ബോധ്യപ്പെടുത്തും, നിങ്ങളെ മുന്നിൽ ഞാൻ പറയുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാതെ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ? അങ്ങനെ ഞങ്ങൾ കേസ് അന്വേഷിച്ച് ഞങ്ങൾ ചെന്നത് അങ്കമാലി ആ ഭാഗത്തെ പോലീസുകാരെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു. ഇന്നലത്തെ വീഡിയോയിൽ ആ കേസും കാര്യങ്ങളും അതെല്ലാം കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ്, എനിക്ക് ഇങ്ങനൊന്നും വീഡിയോ ചെയ്ത് പരിചയമില്ല. കുറേ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ വാക്ക് പിശകൊക്കെ പറ്റും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ? അപ്പം ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ പോലീസിന് അനാസ്ഥ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ അന്വേഷിച്ച് തിരിച്ച് ഞങ്ങൾ വീണ്ടും എത്തിയത് ദിയ ഫാത്തിമേൻ്റെ മുറ്റത്താണ്. ആരോ ഞങ്ങളതിനങ്ങനെ കൊണ്ടുവന്ന് അവിടെ വീണ്ടും എത്തിച്ചു ഞങ്ങൾ അന്വേഷണം. അപ്പോൾ നമുക്ക് അവരുടെ മുറ്റത്തുനിന്ന് തുടങ്ങാം എന്ന് പറയുമ്പോൾ ഈ കുട്ടീനെ കാണാതായി പോലീസ് നായ വന്നിരുന്നു. ഞാൻ ചുരുക്കി പറയണം, അതിൻ്റെ ഇടയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കുറേ ആളുകൾ ചോദിക്കുന്നതുകൊണ്ടും ഇതിനെക്കുറിച്ച് നമുക്കൊക്കെ അറിയാനൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പോലീസ് നായ ആ കുട്ടീൻ്റെ വീട്ടിൽ നിന്ന് മണം പിടിച്ചു. അപ്പോൾ 2 വീടുകളാണ് അവിടെ അടുത്തുള്ളത്. ഒന്ന് വലത്ത് സൈഡിൽ ഇടത്ത് സൈഡിലായിട്ട് 2 വീടുകളാണുള്ളത്. 50 മീറ്റർ കഷ്ടിച്ച് 50 മീറ്റർ അടുത്തുള്ള ഒരു വീട്ടിൽ കയറുന്നു. ഓക്കെ? അങ്ങനെ ആ വീട്ടിൽ കയറിയിട്ട് മണം പിടിച്ച് കയറി. അങ്ങനെ ഇത് രണ്ടാമതും അന്വേഷണമായിട്ട് ഈ പോലീസ് നായനെ കൊണ്ടുവന്നപ്പോഴും ഈ പോലീസ് നായ വീടൊക്കെ മണത്തിട്ട് നേരെ ആ വീട്ടിൽ സിറ്റൗട്ടിൽ കയറി. എന്നിട്ട് നേരെ റോട്ടിലേക്കാണ് പോയത് നായ. ഓക്കെ? ശരിക്കും മനസ്സിലാക്കണം ഞാൻ പറയുന്നത്. ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തുന്നല്ല, ഇത് പലർക്കും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താന്നുള്ളത്. അപ്പോൾ ഈ പോലീസ് അപ്പോൾ ശരിക്കും ചെയ്യേണ്ടതെന്നാ, നിങ്ങളാണ് എന്താ ചെയ്യുക, ആ വീട്ടുകാരെ വിളിച്ചിട്ട് അന്വേഷിക്കും, അല്ലേ?
അപ്പം ഞാനങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് ഈ പോലീസ് ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചില്ല. അപ്പം ഇങ്ങനെ ഒരു നായ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടുകാരെ കുറിച്ച് ഒന്നും അന്വേഷിക്കൂല. എൻ്റെ ചെറിയൊരു മൈൻഡിൽ ഇങ്ങനെ തോന്നിപ്പോയി, എന്തുകൊണ്ട് അങ്ങനെ അവർ പോലീസ് അന്വേഷിച്ചില്ല. അപ്പം ഞാൻ പോലീസ് അന്വേഷിച്ചോ എന്നൊക്കെ നോക്കി, പോലീസ് അന്വേഷിച്ചിട്ടില്ല. പോലീസ് അവിടെ വന്നിരുന്നു, 1-2 പ്രാവശ്യം വന്ന് കാര്യമായ ഒരു അന്വേഷണം പോലീസ് അവിടെ നടത്തിയിട്ടില്ല. അപ്പം എനിക്കൊരു കൗതുകം, ഈ സ്ത്രീ ആരാണ്, അല്ലെങ്കിൽ ഈ വീട്ടുകാരൻ ആരാണ്, അവിടെ ആരാ താമസിക്കുന്നത്, അവർക്ക് എന്താണ് ജോലി, അവരെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കാൻ നോക്കി. അപ്പോൾ ഈ വീട്ടുകാരോട് ഞാൻ ചോദിച്ചില്ല അത്. കാരണം ഈ വീട്ടുകാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ആളുകളും 100 കണക്കിന് കമൻറ്റുകൾ വരുന്നു, കുട്ടീൻ്റെ അച്ഛൻ അപായപ്പെടുത്തിയിട്ടുണ്ടാവും, അമ്മ അപായപ്പെടുത്തിയിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളത്. അതുപോലെ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ആയിരിക്കാം, നമുക്കറിയാത്ത ആളുകളല്ലേ. അപ്പം നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ സംശയിച്ചു, ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പം ഈ വീട്ടുകാരൊന്നും അറിയാതെയാണ് ഞാനത് അന്വേഷിക്കുന്നത്, അവരെ കുറിച്ചിട്ട് അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അന്വേഷിച്ചപ്പോൾ കുറച്ച് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഒരിക്കലും ഒരു പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഈ ദിയ ഫാത്തിമാനെ എടുത്തു പോകുന്ന ഒരു 3-4 മിനിറ്റ്, അല്ലെങ്കിൽ ഈ ചായ കൊടുത്തിട്ട് കസാലയിൽ എടുത്ത് ചായ കൊടുത്ത് ഇത്തിരി സമയമായിട്ടുള്ളൂ, 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ അത്രയും നല്ല പരിചയം. എനിക്ക് ആ അന്വേഷണത്തിൽ മുഴുവൻ മനസ്സിലായത്, ആ കുട്ടീനെ എടുത്തു കൊണ്ടത് നല്ല പരിചയമുള്ള ഒരാളാണ് എടുത്തുകൊണ്ട്. പുതപ്പ് വിൽക്കാൻ വരുന്ന ആളോ മറ്റുള്ള ആളുകളോ ഒന്നുമല്ല. ഇനിയിപ്പോൾ പുതപ്പ് വിൽക്കാൻ വന്ന ആളാണെങ്കിൽ പോലും അവിടെ CCTV കാര്യങ്ങളും അപ്പുറം ഇപ്പുറമൊക്കെ നമുക്ക് ക്ഷമിക്കാറുണ്ട്. പോലീസിൻ്റെ അനാസ്ഥയാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും അന്വേഷണം, കുട്ടി മരിച്ചു, പോലീസ് വീണ്ടും പറയാണ്, പോലീസ് കുട്ടി അതിൽ ഒളിച്ചു പോയി മരിച്ചു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം. അപ്പം ഞാനും വിചാരിച്ചു പോലീസ് പറയട്ടെ, നമ്മൾ അന്വേഷണം നമ്മളെ ഈ വഴിക്ക് നീങ്ങാന്ന്. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അവരെക്കുറിച്ച്, അതായത് എനിക്ക് അറിയേണ്ടത് അവരെന്താണ് ജോലി, അവരാരൊക്കെയാണ്, അവരെന്താ ജോലി അവരുടെ എന്നൊക്കെയാണ് എനിക്ക് അന്വേഷിക്കേണ്ടത്. ഇപ്പുറത്തൊരു വീടുണ്ട്, അവരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അവര് അന്നുണ്ടായൊരു സംഭവം അവരെ നാട്ടുകാർ പറഞ്ഞാണ് എന്നോട്, ആളൊന്നും ഞാൻ വെളിപ്പെടുത്തൂല. ആ നാട്ടുകാർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ആളുകൾ അന്വേഷിച്ചപ്പോൾ, അതായത് ഈ നായ ഓടിക്കയറിയ വീടല്ല, അതിൻ്റെ അപ്പുറത്തുള്ള വീട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വിളിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക്, ഈ വീട്ടുകാർക്കോ ആ നാട്ടുകാർക്കോ ഒക്കെ വല്ല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞിട്ട് പറയിപ്പിക്കുകയാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര വെയിറ്റ് ചെയ്ത് ശരിക്കും അന്വേഷിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ഇതുവരെ നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടില്ല, യൂട്യൂബേഴ്സിനെ കൊണ്ടുവന്നതാണ്, എൻ്റെ നമ്പർ എടുത്തിട്ട് കൊണ്ടുവന്നതാണ് എന്നെ. ഞാനത് പോലീസായിട്ട് നിരന്തരമായിട്ട് പോലീസിന് എത്തിച്ചു കൊടുക്കുന്ന ഇന്ന വിഷയങ്ങൾ കാര്യങ്ങൾ, ഒരു അന്വേഷണവും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. സത്യമായിട്ട് മടുത്തിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഇതിനപ്പുറത്തുള്ള വീട്ടുകാരടുത്ത് സ്വാഭാവികമായിട്ട് നമ്മളൊരു കുട്ടീനെ കാണാതാവുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ഒരു കുട്ടീനെ കാണാതാവുമ്പോൾ നമ്മളൊന്ന് പോയിട്ട് അന്വേഷിക്കൂലേ, ഇന്ന വീട്ടിൽ എൻ്റെ മോള് വന്നിട്ടുണ്ടോ, ഇവിടെ ഒന്ന് തിരഞ്ഞൂടെ, ചിലപ്പോൾ കുട്ടി എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ നിങ്ങളെ വീട്ടിൽ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടീനെ കാണാതായി, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്ന, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കൂടിയിട്ട് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് പറയും, അയ്യോ എൻ്റെ മോളെ കാണാനില്ല, എന്താ ഒന്ന് തിരയട്ടെ എവിടെ എന്ന് പറഞ്ഞു, നിങ്ങളെന്ത് പറയും, നിങ്ങളും കൂടെ കൂടിയിട്ട് തിരയും, ആണോ? പക്ഷെ ആ വീട്ടുകാർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളെ ഒളിപ്പിച്ച് വെക്കുന്ന പണിയൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തൊട്ട് ഇത്ര കാലമായിട്ട് ആ വീട്ടുകാർ മിണ്ടലില്ലാന്ന്. ഇപ്പം മിണ്ടലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. ഞാൻ ആ വീട്ടുകാരെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ചൊന്നും അവരുമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അവർക്ക് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയുന്നത്. ചിലപ്പോൾ അവർ വിളിക്കും, എന്തിനങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ആ വീട്ടുകാരല്ല വലുത്, എനിക്ക് ആ കുട്ടീനെ കണ്ടെത്തണം. ആ കുട്ടീനെ ഉമ്മ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ സുഹൈൽ എന്ത് പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത്, അങ്ങനെ പറയരുത്, നിങ്ങളങ്ങനെ നമ്മുടെ നല്ല അയൽവാസികളാണ് എന്നൊക്കെ അവർ പറയുമെന്ന് എനിക്കറിയാം. ചിലപ്പോൾ അവർ നല്ല അയൽവാസികളൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഞങ്ങളോട് വിളിച്ച് പറയുന്നു. അത് ശരിയാണോ അല്ലേ എന്നില്ല. ഞാൻ പോലീസിനെ അത് അറിയല്ലോ, പോലീസിനായ ചെന്നല്ലേ, പോലീസ് അന്വേഷിക്കാത്തോണ്ടല്ലേ. അങ്കമാലിത്തെ കേസ് നിങ്ങൾ പറഞ്ഞു, അങ്കമാലിത്തെ കേസ് എന്താ പോലീസ് ചെയ്തത്? കള്ളക്കേസ് എഴുതി, കള്ള FIR എഴുതിക്കാണ്ട് അവരത് ക്ലോസ് ചെയ്യാനാണ് നോക്കിയത്. ആ പോലീസാണ്, ആ പോലീസിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഈ വീട്ടുകാർ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇവരെ ചീത്ത പറയും, വന്ന ആളുകളെ ചീത്ത പറയലും കാര്യങ്ങളൊക്കെ അവരെ ഭാഗത്തുനിന്നുണ്ടായത്. അതെനിക്കൊരു നല്ല സംശയം അന്നും ഇന്നും ഉണ്ട്. അതെന്തിനാണ്? കുറച്ചൊരു മാനസിക പരിഗണനയുള്ള ആളുകളാണെങ്കിൽ, മനുഷ്യര്, അതായത് ആ വീട്ടിൽ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. ഒരു വ്യക്തി ചൂടായാലും നമുക്ക് ഓക്കെ, അയാൾ അങ്ങനത്തെ ഒരു വ്യക്തിയെന്ന് വിചാരിക്കാം.
ആ വീട്ടുകാർ ഞങ്ങൾക്ക് ഇവിടെ കുട്ടീനെ എടുത്തു വെക്കുന്ന പണിയൊന്നുമല്ല, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ എന്താ കിഡ്നാപ്പേഴ്സ് ആണോ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. അവർ ഇവന്മാരോട് മിണ്ടലൊന്നുമില്ല, ഈ വീട്ടുകാരോട്, ദിയാൻ്റെ ഫാത്തിമൻ്റെ വീട്ടുകാരോട് മിണ്ടലൊന്നുമില്ല. അത് വലിയൊരു സംശയമാണത്. അയാളിപ്പോൾ തെങ്ങുന്നെന്തോ വീണുന്നോ തെങ്ങുന്നോ എന്തോ വീണ് അസുഖമായിട്ട് കിടക്കാന്നാണ് കേട്ടത്. ഞാൻ ഒരിക്കലും അവരെടുത്തുന്നോ കുട്ടീനെ അവരെടുത്തുന്നോ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. വളരെ വ്യക്തമായി കേൾക്കണം. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയുകയാണ് ഞാൻ. അത് ആ വീട്ടുകാർ. ഈ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ അപ്പം ഞാൻ അന്വേഷിച്ചു ഈ വീട്ടിലാരാ. അപ്പം ഈ നായ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ അവിടുത്തെ ആളുകളില്ല, ആ വീട്ടിലില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒന്നും കൂടി കൗതുകമായി. ഞാൻ വീണ്ടും കുത്തി അന്വേഷിക്കാനും അതിന് കുറേ സമയം എടുത്തു അതൊക്കെ വിവരങ്ങൾ കിട്ടാൻ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കി. അവർ നാട്ടിൽ നല്ല സ്ത്രീയാണ്. അവിടുത്തെ സ്ത്രീ നാട്ടിൽ നല്ല ആളാണ്, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അവർ വർക്ക് ചെയ്യുന്ന ഒരു അനാഥാലയത്തിലാണ്. അവർ വർക്ക് ചെയ്യുന്നത്. അവർ ആ വീട്ടിൽ 1 വീക്ക് കൂടുമ്പോൾ, അന്ന് ഇപ്പം അവിടെ സ്ഥിരം താമസമാണെന്നാണ് കേട്ടത്, ഒരു 1 വീക്ക് കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴേ അവരവിടെ വരാറുള്ളൂ ആ വീട്ടിൽ. അപ്പോൾ എനിക്ക് ഇവരെ തന്നെ ആയിരുന്നു അതായത് എൻ്റെ സംശയം, എൻ്റെ അന്വേഷണ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് എത്തിക്കേണ്ട രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട, ഇനി ആരാ CBI ആണോ 4 പേപ്പർ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മെക്കിട്ട് കയറാൻ വരണ്ട. ഞാൻ ഒരു കുഞ്ഞുടുപ്പുമായിട്ട് ദിവസം മണത്ത് നോക്കിയിട്ട് അതും കയ്യിലും വെച്ച് നടക്കുന്ന ഒരു അമ്മക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ. കാരണം എനിക്ക് ആ അമ്മക്ക് ആരുമില്ല, ആ വീട്ടുകാർക്ക് ആരുമില്ല. അവർ പാവപ്പെട്ട കൂലിപ്പണി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് സഹായിക്കാൻ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തിനപ്പുറം നമ്മളൊന്നും ഇല്ല, നമ്മളൊക്കെ വെറും കഥകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സമയത്ത് നല്ലതാർക്കെങ്കിലുമൊക്കെ നല്ലത് ചെയ്ത് എൻ്റെ മക്കൾ എന്നെ കുറിച്ചിട്ട് പറയാണ്, അന്ന് എൻ്റെ വാപ്പ അങ്ങനെ ചെയ്തു, എൻ്റെ ഉപ്പച്ചി അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാലും അവരെന്നെ അങ്ങനെ ആഗ്രഹിക്കണം, അങ്ങനെ കാണണം അവർ. അത് വിചാരിച്ച് ഞാൻ നല്ലവനൊന്നുമില്ല, ഞാൻ പുണ്യാളൊന്നും ഞാൻ എവിടെയും പറയില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള എല്ലാ വിഷയവും, ഞാൻ പെട്ടെന്ന് ചൂടാകുന്ന ആളാണ്, ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ അത് ഇത്, ഞാൻ ഒരിക്കലും പെർഫെക്റ്റ്. ഞാൻ ഈ കേസുകാരുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. എന്നെ പേഴ്സണലായിട്ടും ഹറാസ് ചെയ്യുന്ന മെസ്സേജുകളൊക്കെ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കുട്ടീൻ്റെ ഈ പെണ്ണ്, അവിടെ ഉള്ള ഒരു സ്ത്രീ, ഈ പെണ്ണ്, അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ അയാൾ അന്ന് ഈ അന്വേഷിച്ച് ആളുകളൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വരുന്നുണ്ട്, മാർക്കറ്റിൽ നിന്നും കാര്യങ്ങളൊക്കെ വന്നു, അതൊക്കെ ഓക്കെ, നോർമൽ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ പെണ്ണ് ഒരു അനാഥാലയത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അത് ഞാൻ ഇവിടെ ഇട്ടു. അതങ്ങനെ വെച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ പഠിച്ചു നോക്കി. അവരൊരു സർക്കാർ ഇതിലാണ് ജോലി ചെയ്യുന്നത്, എന്തോ ഒരു അനാഥാലയമാണ്. അപ്പോൾ ഈ കാര്യം ഇങ്ങനെ മനസ്സിലിട്ട് ഞാൻ അങ്ങനെ കൊണ്ടു നടന്ന്. അപ്പോൾ 2ാമത്തെ വട്ടം അവിടെ പോലീസിനായി വന്നപ്പോഴും വീണ്ടും ഈ വീട്ടിലേക്കാണ് പോയത്. 2ാമത്തെ വട്ടം ഈ വീട്ടിലേക്കാണ് പോയത്. അപ്പോഴും പോലീസിനോട് പറഞ്ഞു, ഇതൊക്കെ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ പോലീസുകാരാണല്ലോ കൊണ്ടുപോകുന്നത്. പോലീസിനായനെ കൊണ്ടുപോയി പോലീസിനോട് പറഞ്ഞു, പോലീസെ അവരൊന്ന് ശരിക്കും ചോദ്യം ചെയ്യണം, അവരെന്താണ്, നിരപരാധിയായിരിക്കാം, 99% നിരപരാധിയായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു സംശയമുണ്ട്, അവരുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അല്ല, എനിക്ക് സംശയമുണ്ട്. ഞങ്ങൾ കുറച്ച് അന്വേഷിച്ചു. കാരണം ഇത് സംശയം തന്നെയല്ലേ, നിങ്ങൾ പറ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു രീതിക്ക് ഞാൻ പറഞ്ഞു, ഇപ്പോൾ കുറച്ച് ആളുകൾ വന്നിട്ട് പറയുന്നു, കുട്ടികളെ, എനിക്കൊരു കുട്ടീനെ ദത്തെടുക്കണം, കുട്ടീനെ വേണം, നിങ്ങളൊരു കുട്ടീനെ തരുമോ, ഞങ്ങൾക്കൊരു 5 ലക്ഷം തരാം, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം തരാം, അല്ലെങ്കിൽ ഇന്നത് ചെയ്തു തരാം, അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനൊരു കുട്ടീനെ വേണം എന്നൊക്കെ വെക്കുക. അതൊരു സർക്കാർ സ്ഥാപനമാണ്. അവിടുന്ന് ഒരിക്കലും ഒരു കുട്ടീനെ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കുട്ടീനെ എടുത്ത് കൊണ്ടുപോകാനോ പറ്റില്ല. അതിന് രേഖകളും കണക്കുകളും ഒക്കെ അവരെ ബോധിപ്പിക്കേണ്ടി വരും. അപ്പം ഒരു പക്ഷേ എൻ്റെ കാഴ്ച, എനിക്കൊരു പേടിയില്ല, പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയാം, അതിനെന്നെ ഞാൻ വന്നതും. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു സംശയം, ഒരു പക്ഷേ ഇവരുടെ ഒരു സഹായം ഒരു പക്ഷേ ആളുകൾക്ക് കിട്ടിയിട്ട് മറ്റേതെങ്കിലും ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവുമോ, ആ ആളുകളായിരിക്കും എടുത്തു കൊണ്ടുപോയത് എന്നുണ്ട്. കാരണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സ്ത്രീയാണത്. അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കാൻ ഇറങ്ങിയത്.
അപ്പൊ അത് പോലീസ് അന്വേഷിക്കണത്. ഇന്നും ഞാൻ അതാ പറയുന്നത്, അത് പോലീസ് അവരെ വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തരണം. ഇല്ല, അവരങ്ങനെ ഇല്ല, അവർ ഇന്ന ദിവസം ഇന്ന സ്ഥലത്തായിരുന്നു, അവർക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് അവർ ബോധ്യപ്പെടുത്തണം. ഇത്ര കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ കുട്ടി നഷ്ടപ്പെട്ടപ്പോൾ പോലീസ് നായ വന്നു. പോലീസ് നായ വന്നിട്ട് ആ വീട്ടിലേക്കാണ് കയറുന്നത്. ആ വീട്ടിലേക്ക് കയറി അവരുടെ സിറ്റൗട്ടിൽ ഇരുന്നു. ആ സിറ്റൗട്ടിൽ നിന്ന് പിന്നെ നായ പോകുന്നത് റോട്ടിലേക്കാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം നായ അതന്നെ ചെയ്തത്. പിന്നെ ഈ പെണ്ണ്, അവിടുത്തെ സ്ത്രീ ജോലി ചെയ്യുന്നത് ഒരു അനാഥാലയത്തിലാണ്. പിന്നെ അവർ വല്ലപ്പോഴേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇത്ര കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഇതുവരെ നിങ്ങളോട് ആരോടും അത് പറഞ്ഞിട്ടില്ല. അതെൻ്റെ മനസ്സിലിട്ടു. കാരണം അവർ ചിലപ്പോൾ പാവപ്പെട്ട ഒരാളാണ്, പാവപ്പെട്ട ഒരു സ്ത്രീ ആണെങ്കിൽ അവരൊരിക്കലും ക്രൂശിക്കുന്നത് ശരിയല്ല. നമുക്ക് വായ തോന്നി വിളിച്ച് പറയാൻ പറ്റുന്നല്ലോ. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടി എനിക്ക് അതിൽ കിട്ടി. അതാണ് ഞാനിപ്പോൾ ഇന്ന് വിളിച്ച് പറയാനുള്ള കാരണം. അപ്പം ഈ കുട്ടി നഷ്ടപ്പെട്ടിട്ട്, നിങ്ങളെ അയൽവാസിയാണ് നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുഞ്ഞല്ല നഷ്ടപ്പെട്ടത്, നിങ്ങൾ ആ വീട്ടിൽ പോകില്ലേ? വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കും, എങ്ങനെ നഷ്ടപ്പെട്ട്, എന്താ നഷ്ടപ്പെട്ട്? സാരമില്ല കേട്ടോ, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോരും. പക്ഷേ അങ്ങനൊന്നും ആ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ, ആ വീട്ടുകാർ ഈ വീട്ടിൽ വന്നതായിട്ടുള്ള, അവർക്ക് ബന്ധമുള്ള ആളുകളാണ്, ഇതിന് ശേഷം ആ വീട്ടുകാർ ഈ വീട്ടിൽ വന്നതായിട്ടുള്ള ഒരു ആൾക്കും അറിയില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടൊക്കെ പറയുന്നത്, കാരണം വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒരിക്കലും ഈ ഒരു കാരണം കൊണ്ട്, ഞാനത് പോലീസ് അന്വേഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്, ഈ കാരണം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ആ സ്ത്രീ നിരപരാധി ആയിരിക്കട്ടെ, പക്ഷെ അന്വേഷിക്കണം നമ്മൾ. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനും എൻ്റെ ഫൈസൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തും കൂടെ സിനിമക്ക് പോയി. ഞാൻ സൗദിയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഫൈസൽ എന്ന് പറഞ്ഞ സുഹൃത്തും കൂടെ സിനിമക്ക് പോയി. മഞ്ചേരി കൈരളി തിയേറ്ററിലാണ് പോയത്. അപ്പോൾ രാത്രി ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയാണ്, പ്രഭുദേവന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഞാൻ ഈ സിനിമ ഒക്കെ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഞാൻ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് സ്പീഡിലായിരുന്നു, ബൈക്കിലായിരുന്നു, നല്ല സ്പീഡിലായിരുന്നു വന്നിരുന്നത്. അപ്പം മുസ്ലിം, എൻ്റെ നാട് അറിയാം. അപ്പം എൻ്റെ നാട്ടിലൂടെ ഞാനത് ഇവനുണ്ട് ബാക്കിൽ, ഇവനെ ആദ്യം ഇറക്കിയിട്ട് വേണം എൻ്റെ വീട്ടിൽ പോകാൻ. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് സ്പീഡിലാണ് വണ്ടി ഓടിച്ചത്. തിരിച്ച് വരുമ്പോൾ ഒറ്റക്കാണ്, പ്രത്യേകിച്ച് 2 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടും നമ്മൾ, ആരും ഇല്ല. അപ്പം സ്പീഡിലാണ് പോയത്. ഞാൻ വീട്ടിലെത്തി കടന്നിറങ്ങി. കുറച്ച് കഴിഞ്ഞാറുണ്ട് പോലീസ് വന്നിട്ട് വീട്ടിൽ. അപ്പോൾ അറിയുന്ന പോലീസുകാർ തന്നെയാണ്. അപ്പോൾ നിങ്ങളെവിടെ പോയി? വണ്ടീൻ്റെ അവർ നേരെ വന്നിട്ട് ബൈക്ക് ഇങ്ങനെ കൈ വെച്ച് നോക്കി. നല്ല ചൂടുണ്ട് ബൈക്ക്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി. അമ്മാവനുണ്ട്, അമ്മാവൻ മരിച്ചു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ, അവിടെ ക്ഷേത്രത്തിൽ നമ്മളെ ക്ഷേത്രം തന്നെയാണത്, നമ്മളത്രയും നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ അടുത്തുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ എന്തോ ചെറിയൊരു മോഷണ ശ്രമം എന്തോ നടന്നു എന്ന് പറഞ്ഞു അന്ന്. അപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നൊരു ബൈക്ക് ഇതിലൂടെ അങ്ങനെ പോയിരുന്നു എന്ന്. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഈ പോലീസുകാർ, അത് ആരാന്നറിയില്ല, ഇന്ന ബൈക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് രാത്രി പോലീസ് സുബഹിയാകുമ്പോഴേക്ക് പോലീസ് വീട്ടിലെത്തി. അപ്പം ഇത്രയും ശുഷ്കാന്തി, ഇങ്ങനെ ഒരു ചെറിയൊരാൾ ആരോ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബൈക്ക് പോയി എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്ന പോലീസ്, ഇത്രയും അന്വേഷിച്ച പോലീസ്. ഇതൊക്കെ കുറേ മുമ്പ് നടന്ന, അവരൊന്നും വേറെ കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ചിട്ടില്ല. അവർ വന്ന് ഇങ്ങനെ കണ്ട് മനസ്സിലായി, ഞാൻ അറിയുന്ന ആളുകൾ തന്നെയായിരുന്നു. അപ്പം പിന്നെ അങ്ങനെ ഒരു പരാതി കിട്ടിയ ഒരാൾ വിളിച്ച് പറഞ്ഞതാണ്, അതുകൊണ്ട് വന്നാണെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ ഞാനല്ല, നിങ്ങളും കൂടെ പറയണം. ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞാൽ മതി അവരെ കുറിച്ചിട്ട് എന്താണ്, അതിനൊരു വ്യക്തത വരുത്തുക. ഞാനൊരിക്കലും കുറ്റപ്പെടുത്തില്ല, അവർക്ക് കുടുംബങ്ങളുണ്ടാവും, അവർ നല്ല ആളുകളായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാനിങ്ങനെ നമ്മളെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയ ഇന്ന ഈ കാര്യങ്ങൾ ഒരിക്കലും ഒരു പൊരുത്തം തോന്നുന്നില്ല എനിക്ക്. അപ്പോൾ ഈ ഒരു കാര്യം നന്നായി അന്വേഷിക്കണമെന്ന് പോലീസുകാരോട് പറഞ്ഞ പോലെ, നോക്കാം, അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കോ ഒരു മുന്നേറ്റമോ അവരവിടെ ചെല്ലുമ്പോൾ നന്നായി സംസാരിക്കും. അല്ല ഞങ്ങൾ ചെയ്യാം, അല്ല ഞങ്ങൾ നോക്കിക്കോളാം, അല്ല ഞങ്ങൾ ഉണ്ട് എന്ന് അവരെ സമാധാനിപ്പിച്ചു വിടും. പക്ഷെ ഒരു നീക്കോ കാര്യങ്ങളില്ല. അപ്പം പിന്നെ ഈ 2 വർഷം മിണ്ടാതിരുന്ന് ഈ പോലീസ് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒരിക്കലും ഉണ്ടാവരുത്. ഒരു പോലീസിന് ഒരു ബുദ്ധിമുട്ടും നമ്മൾ കാരണം ഒരു വാക്കുകൊണ്ട് പോലായാലും അവർക്കൊന്നും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് അത്ര കാലം അതൊക്കെ മറച്ചു വെച്ചത്. അപ്പോൾ നായ ആ വീട്ടിൽ 2 പ്രാവശ്യം കയറുന്നു. പിന്നെ അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ വല്ലപ്പോഴും ആ വീട്ടിൽ വരുന്ന ആളുകളാണ്, പോയിന്റാണത്. അതുപോലെ അവർ വർക്ക് ചെയ്യുന്ന ഒരു അനാഥാലയത്തിലാണ്, 2ാമത്തെ പോയിന്റാണത്. 3ാമത് അതിനുശേഷം ആ വീട്ടുകാരായിട്ട് അവർ അത്ര മിണ്ടാനോ ഈ കാര്യങ്ങൾ ചോദിച്ചു പോലും ആ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത്. ഇതൊക്കെ ഞാൻ കൂട്ടി വായിച്ചപ്പോൾ, ഞാൻ ചോറുന്ന ഒരാളാണ്, എനിക്കെന്തോ ഒരു പൊരുത്തക്കേട് തോന്നി.
അത് അന്വേഷിക്കണം എന്ന് പറയാനാണ് ഇന്ന് വന്നത്. അത് പോലീസ് അന്വേഷിക്കണം, അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം, ആ കുട്ടീനെ നമ്മൾ കണ്ടെത്തണം എവിടെയാണെങ്കിലും. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, പോലീസിന് പറ്റൂലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, 20-ാം തീയതി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ കേസ് വീണ്ടും ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കണം കാര്യങ്ങളൊക്കെ, അവരൊക്കെ അവരെ വൈക്ക് നീങ്ങണിതാണ്, ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല, വീട്ടുകാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനെ അവരന്വേഷിക്കുന്നെന്ന് പറയില്ലാതെ ഒന്നും നടക്കുന്നത്. നമ്മൾ പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ പിറകിലൂടെ. ഇവരിത് എത്തുന്നുണ്ടോ, പോലീസ് എത്തുന്നുണ്ട്, പോലീസ് വേറെ വീട്ടിലും ഇവരെ വിളിപ്പിക്കലും ഡെയിലി വിളിക്കലും കാര്യങ്ങളും. അപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, ഇവരുണ്ടല്ലോ ഇവരുണ്ട്. പക്ഷെ ഒരു നല്ലൊരു മൂവ്മെന്റ് അവരെ ഭാഗത്തുനിന്നില്ല. കാരണം എന്താ, ഈ പാവപ്പെട്ടവർക്കുള്ള ഒരു മെച്ചം എന്താ വെച്ചാൽ, മെച്ചമല്ല, അവരെ ഒരു ശാപം. ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളൊരു കൂലിപ്പണിക്കാരനോ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഒന്ന് വന്ന് നോക്കണം, ഒരു ബാപ്പി ഉണ്ടാവില്ല, ഒരാളും നിങ്ങൾക്ക് സഹായിക്കാൻ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളെ വീഡിയോ പറയുമ്പോൾ നിങ്ങളൊക്കെ പറയുന്നുണ്ട്, മച്ചാനെ നമ്മളുണ്ട് കൂടെ എന്നൊക്കെ നിങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ എതിരെ എനിക്കെതിരെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇനി വരുമ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഇന്നലെ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറയാണ്. 2 ആളുകൾ വിളിച്ചിരുന്നു, 2 കോൾ വന്നിരുന്നു, സ്ത്രീയാണ് ഒരു ഇതുമാണ്. അവർ 2 പരാതികൾ, മോനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാൻ ആരെങ്കിലോ പോലീസ് സ്റ്റേഷനിലല്ല പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു SI ആയിട്ട് ആ വീട്ടുകാർക്ക് ബന്ധമുണ്ടെന്ന് പറയും. ഇത് ഈ കേസായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ച് കൊള്ളാലോ. അപ്പോൾ അവർ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നു. അവിടെ 2 കുട്ടീനെ പീഡിപ്പിക്കുന്നുണ്ട് ഇവർ. അത് ഇവരെ കുട്ടിയല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ നാട്ടുകാർക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാനും പറ്റുന്നില്ല. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് അറിയുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഞാൻ വിളിച്ചൊന്ന് കൂട്ടിയിട്ട് നിങ്ങളവിടെ പോലീസ് സ്റ്റേഷനിൽ പോവുക, സംഘടിപ്പിച്ച് ഒരു 10 പേര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്, അല്ലെങ്കിൽ ഒരു 5 പേര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പോയി ആ പോലീസുകാരായിട്ട് പോയി കുട്ടികളെ മോചിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ അറിയാം കാര്യങ്ങൾ. കാരണം ഒരാൾ നമ്മളെ വിളിച്ച് പറയണത്, അവരെ ഐഡന്റിറ്റി ഉണ്ട്, അവരുടെ കാര്യങ്ങളും അവരുടെ നമ്പറും കാര്യങ്ങളും ഫുള്ള് റെക്കോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ദിയമോളെ നമുക്ക് കണ്ടെത്തണം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നാളെ വിട്ടു തരാം കേട്ടോ. നാളെ മറ്റന്നാളായിട്ട് ഞാൻ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഞാൻ ആദ്യം ഇവരെ ഈ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അവർക്ക് പാസ് ചെയ്യട്ടെ. ഇതെവിടെ എന്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ കണ്ണിൽ ഒരമ്മ കുഞ്ഞുടുപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഇപ്പം നിങ്ങൾ ഈ ചർച്ചകളൊക്കെ ഒരുപാട് നടക്കുമ്പോൾ ഒരമ്മ ഒരു കുഞ്ഞുടുപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, ആ കുട്ടീനെ അവിടെ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, അതുപോലെ ഒരുപാട് അമ്മമാരുടെ ഒരു പ്രാർത്ഥന നമുക്ക് കിട്ടുക, ഈ ജീവിതം തന്നെ ധന്യമാണ്. അത്ര മാത്രം മതി എനിക്ക്. അപ്പം ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോലീസ് ഒന്ന് അന്വേഷിക്കണം. എത്ര പറഞ്ഞിട്ട് അവർ കേൾക്കണില്ല. അപ്പം ഇങ്ങനെയെങ്കിലും 4 ആളുകൾ നിങ്ങളൊക്കെ കൂടിയിട്ടൊന്ന് ഇറങ്ങി നിങ്ങളൊക്കെ ഒരു സപ്പോർട്ടും ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകളൊക്കെ ചെയ്യുമ്പോഴെങ്കിലും അവരൊന്ന് അന്വേഷിക്കുമെന്ന് വിചാരിക്കണേ. അല്ലെങ്കിൽ പിന്നെ നമ്മളെ വൈക്ക് അങ്ങോട്ട് നമ്മൾ നീങ്ങേണ്ടി വരും. കാരണം നമ്മളിതിനായിട്ട് ഇറങ്ങിയല്ലോ, ഇതിനിറങ്ങി. ഇപ്പം നമ്മളെങ്ങനെയാണോ ഞാൻ പോയിരുന്നത്, ഞാൻ വളരെ രഹസ്യമായിട്ടാണ് ഇതിനായിട്ട് ഇറങ്ങിയത് കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മളെ മുന്നിൽ 1-2 സംഗതികളുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു അങ്കമാലിത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല, നിങ്ങൾ വീഡിയോ CCTV ഒക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കിയേ. ദിയൻ്റെ പഴയ ഫോട്ടോസ് 100 കണക്കിന് ഫോട്ടോസ് എൻ്റെ അടുത്തുണ്ട്. ഒന്ന് നോക്കി നിങ്ങൾ, പക്കാ കുട്ടിയാണത്. അത് അവർ പോലീസിന്റെ അനാസ്ഥ, പോലീസ് അന്വേഷിച്ചില്ല, പോലീസിന്റെ കഴിവുകേട് തന്നെ പറയാം. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ഇറങ്ങേണ്ടി വന്നത്, ഇങ്ങനെ സംസാരിക്കുന്നു. ഇപ്പോ ഈ വീട്ടിലെ ഈ അയൽവാസികളുടെ കാര്യങ്ങളും പറഞ്ഞു. അവിടെ ഒരു പതിപ്പ് വിൽപ്പനക്കാരനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അവിടെ വന്നിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ വന്നിരുന്നു പുതുപ്പുക്കാരും കാര്യങ്ങളൊക്കെ, അതിന് മുമ്പും കാര്യങ്ങളൊക്കെ വന്നാണ്. അതൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ഓക്കെ, പോലീസ് അതിൻ്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ അവരവരെ വഴിക്ക് നടക്കട്ടെ, ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടിട്ട് എന്ത് തോന്നുന്നു? അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ വരാം. ഓക്കെ, നാളെ പറയാം. നാളെ പറയാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഈ കുട്ടി ഞങ്ങൾക്കിപ്പോൾ ഏകദേശം അറിയാം കുറച്ച് ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഞാനത് ഒരു 2-3 ആളുകളെ അതിനായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. സ്റ്റേഷനിൽ കാര്യങ്ങൾ അത് വക്കീൽ മുഖാന്തരം നിയമപരമായിട്ട് അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് വല്ല എവിഡൻസും കിട്ടിയാലോ, കുറച്ച് ദൂരത്താണ്, വല്ല എവിഡൻസും കിട്ടിയാൽ ഞങ്ങളത് പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളും കൊടുത്തിട്ട്, ഇപ്പോൾ ഇത്രയും ജനശ്രദ്ധ കിട്ടിയ സ്ഥിതിക്ക് ഇപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്കും ഭയങ്കര പ്രതീക്ഷയാണ്. ഇത്ര കാലമുള്ള പ്രതീക്ഷയൊന്നുമല്ല, ഇപ്പോൾ ഭയങ്കര പ്രതീക്ഷയുണ്ട് ആ കുട്ടീനെ എത്രയും പെട്ടെന്ന് കിട്ടും എന്നുള്ളത്. അത് ഒരു വല്ലാത്തൊരു നോവാണ്. ഓരോ ദിവസം കിടന്നുറങ്ങുമ്പോഴും ഒരു വല്ലാത്തൊരു സങ്കടമാണത്.
ഓരോ ദിവസം കിട്ടണേ എന്ന് പറയും. അപ്പോൾ ഇപ്പോഴത്തെ ഇത് രാവിലെ എഴുന്നേറ്റിട്ട് ദിയ ഫാത്തിമ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുമ്പോൾ ദിയ ഫാത്തിമ കിട്ടിയെന്ന് പറയാം. അയ്യോ കിട്ടിയോ അടിച്ചു നോക്കുമ്പോൾ ഒന്നുകിൽ എന്നെ തെറി വിളിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയാം, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് എൻ്റെ സംസാരത്തിലോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാനൊരു യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടുള്ള പരിചയമോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളായിട്ട് കുറച്ച് സത്യങ്ങളും എനിക്ക് ബോധ്യപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് വന്നതാണ്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് സത്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടണം എനിക്ക്. ഓക്കെ, എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാം, അതിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നു നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതൊക്കെ ഞാൻ പോലീസുകാരോട് പല പ്രാവശ്യം അവിടെ ചെന്നിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അവരൊരു വ്യക്തമായ ഒരു അന്വേഷണമോ കാര്യങ്ങളോ അവർക്കെതിരെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് ആ കുട്ടിനെ കണ്ടെത്തണം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് കണ്ടെത്തണം, അതിൻ്റെ ഇടയിൽ ഒരു നിരപരാധി വിടണം. പക്ഷെ ചോദ്യം ചെയ്യല്ലോ, എന്നെ ഇത്ര ഒരു ബൈക്കായിട്ട് പോയി എന്ന് പറഞ്ഞിട്ട്, അതുപോലെ പലർക്കും നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവും കേട്ടോ. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്നുള്ളൂ പണ്ടത്തെ. അപ്പം ഇങ്ങനെ പോയി ആരോ വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് പോലീസ് ഒരു ജീപ്പിന് ആളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. അത്ര ശുഷ്കാന്തി ഒന്നും വേണ്ട പോലീസ്. ഇത്തിരി ഒരു കുഞ്ഞു കുട്ടിയല്ലേ, നിങ്ങളെ മക്കളൊക്കെ അല്ലേ, നിങ്ങൾക്കും മക്കളൊക്കെ അല്ലേ, ആ ഒരു മാനസിക പരിഗണനെങ്കിലും വെച്ചിട്ടൊന്ന് അന്വേഷിച്ചിട്ട് ആ കുട്ടീനെ ഒന്ന് കണ്ടെത്തി. കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും നല്ല പോലീസുകാരാണ്. എന്നിട്ടൊരു ചെറിയ കുട്ടീനെ, പല കഴിവുകെട്ട കുറച്ച് പോലീസുകാരുണ്ട് ഇതിൻ്റെ ഇടയിൽ കളിച്ച മാഫിയകളും ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവരെക്കുറിച്ചല്ല, അതൊഞ്ഞ് വരും ദിവസങ്ങളിൽ അവരെ കുറിച്ചിട്ട് പറയും. ഇന്ന് പേടിപ്പിക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ നോക്കിയിട്ടുണ്ട്, വിളിച്ചിക്കാണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഞാൻ വിടാം പുറത്ത്. ഇതൊക്കെ വിട്ട് കഴിഞ്ഞാണ്ട് പിന്നെ ചർച്ച ആ വൈക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാഞ്ഞത്. ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ യൂട്യൂബ് ഇപ്പോൾ ആരോ അയച്ചു തന്നെ എനിക്ക്, അവള് എന്നെ തെറി വിളിച്ച ആളെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കണത്. ഇതൊക്കെ കാണുമ്പോൾ അതിനൊക്കെ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരങ്ങനെ ഈ പേരും പറഞ്ഞിട്ട് അങ്ങനെ പൊന്തും ചെയ്യും. നമ്മുടെ ചർച്ചകളൊക്കെ ആ വൈക്കും അങ്ങ് പോവുകയും ചെയ്യും. അപ്പം അതിനൊന്നും താല്പര്യമില്ല. നമ്മളെ മനസ്സിലും എൻ്റെ മുന്നിലും ഇപ്പോൾ ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി മാത്രമേ ഉള്ളൂ. അതുപോലെ എനിക്ക് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അവരൊക്കെ എന്തിനാണ് എനിക്ക് മെസ്സേജ് അയച്ചതെന്ന് എനിക്കറിയില്ല, സത്യസന്ധമായിട്ട് എനിക്കറിയില്ല. അവരൊക്കെ എന്തിനാണ് എന്നോട് അവരുടെ സങ്കടം പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരെന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇടപെടും ചെയ്യും, അതിൽ നിങ്ങളുമായിട്ടും പങ്കുവെക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഗുഡ് നൈറ്റ്.